പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഇൻകം ഉള്ള ആൾക്കാർക്ക്, അതിൻ്റെ പ്രൂഫും കാണിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ കൂടുതലും കിട്ടുക. അല്ലാതെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു കൂലിപ്പണിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിൽ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വരുമാനം ഇപ്പോൾ അക്കൗണ്ടിൽ കാണിക്കാനായിട്ടൊരു ഇൻകം ഇല്ല, നിങ്ങൾക്ക് കയ്യിലൊക്കെയാണ് സാലറി കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വൺ കാർഡ് എന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൺ കാർഡ് ലൈറ്റ് ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ഈ വൺ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ബാങ്കുകളായിട്ട് പാർട്ട്ണറായിട്ടാണ് ഇവർ ഈ കാർഡ് നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർഡ് വഴി നമുക്ക് FD ഇട്ടിട്ടാണ് ക്രെഡിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഈ കാർഡ് നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം FD ഇടുന്നു. ആ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ക്രെഡിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. മറ്റ് ബാങ്കുകളിൽ 10,000 രൂപയൊക്കെയാണ് FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 2,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ആ ക്രെഡിറ്റ് കാർഡിലെ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു 10%, നമ്മളിട്ട എമൗണ്ടിൻ്റെ ഒരു 10% ഇവർ എക്സ്ട്രാ നമുക്ക് തരും. അതായത് ഇപ്പോൾ 1 ലക്ഷമാണ് നിങ്ങൾ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എന്ന് പറയുന്നത് 10,000 രൂപ നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യാനായിട്ട് ഇവർ തരും. ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റായിട്ട് തരും. അതുപോലെ തന്നെ നമ്മൾ ഇട്ട എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവരുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ജോയിനിങ് ഫീസ് ഇല്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഫീ നിങ്ങൾ കൊടുക്കണ്ട. ആനുവൽ ഫീസ് എന്നൊരു സംഭവമേ ഇല്ല. അതുപോലെ നമുക്ക് ഇവരൊരു മെറ്റൽ കാർഡാണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മെറ്റൽ കാർഡ് കിട്ടും. നിങ്ങൾ FD ഇടുന്നത് 50,000 രൂപയുടെ മുകളിലാണെങ്കിൽ നിങ്ങൾക്കൊരു മെറ്റൽ കാർഡ് കിട്ടും. അതുപോലെ ഇവരുടെ ബാങ്കിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ IDFC ബാങ്ക് വരുന്നുണ്ട്, SBM ബാങ്ക് വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പിന്നെ ഫെഡറൽ ബാങ്ക്, നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ BOB, ഇവരൊക്കെയാണ് ഇവരുടെ പാർട്ട്നേഴ്സായിട്ട് വരുന്നത്. ഞാനൊരു FD ഇടുന്ന കാര്യം ആദ്യം പറഞ്ഞിരുന്നു. ആ FDക്ക് നമുക്കൊരു ഇൻട്രസ്റ്റും അവർ തരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ലിമിറ്റിന് പുറമെ ഒരു ഇൻട്രസ്റ്റ് 6.10% ആനുവൽ ഇൻട്രസ്റ്റ് അവർ തരുന്നുണ്ട്. അതേപോലെ നമുക്ക് ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 10% എക്സ്ട്രയും അവർ തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ കിട്ടും. വൺ കാർഡ് എന്നാണ് ഇവരുടെ പേര്. ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട്. ഇത് കുറേ കാലം മുന്നേ എയർലി ആക്സസ് ആയിട്ട് കിടന്നിരുന്നൊരു സംഭവമാണ്. ഞാനും പണ്ട് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു FD അഗെയിൻസ്റ്റ് ഒരു 2,500 രൂപ ഇട്ട് ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്കൊരു കാർഡ് എടുക്കാം, ആ കാർഡ് കയ്യിൽ കിട്ടിയിട്ട് ബാക്കി വീഡിയോ, അത് നമുക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ വന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കാർഡ് എടുക്കാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ വൺ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അടിപൊളി ഇൻട്രോ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മെറ്റൽ കാർഡ് കിട്ടും. ആദ്യം നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക, അതിനുശേഷം OTP, അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയും. ആ പാസ്വേഡ് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു 4 ഡിജിറ്റിൻ്റെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, കൺഫേം കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിൽ നമുക്ക് ഇവിടെ ഇൻകം വഴി നമുക്ക് എടുക്കാൻ പറ്റും. അത് എനിക്കിപ്പോൾ പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു FD ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതൊരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. നമുക്കൊരു FD അഗെയിൻസ്റ്റ് ആണ് ഈ കാർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളോടെ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് സ്കോർ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു സ്കോറൊന്നും വേണ്ട, ക്രെഡിറ്റ് സ്കോർ അങ്ങനെയൊന്നും വേണ്ട. 2,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള FD നിങ്ങൾക്ക് ഇതിൽ ഇടാൻ പറ്റും. അങ്ങനെ ഇട്ട് അത് അഗെയിൻസ്റ്റ് നമുക്ക് കാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഇടുന്ന FDക്ക് നമുക്ക് ഇൻട്രസ്റ്റും കിട്ടും. ഇപ്പോൾ 2,000 രൂപ ആണെങ്കിൽ 2,200 രൂപയായിട്ട് നമുക്ക് അവർ ലിമിറ്റ് തരും. അതേപോലെ എക്സ്ട്രാ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റും കിട്ടും. ഇപ്പോൾ നമ്മൾ 2,000 രൂപ നമുക്ക് ഇതിലിടുകയാണെങ്കിൽ നമുക്ക് 2,200 രൂപ ലിമിറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു 2,500 രൂപയാണ് ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിച്ചു തരുന്നത്. 2,500 ആണ്. ഇപ്പോൾ 2,750 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ FD എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് 152 രൂപ കിട്ടുന്നുണ്ട്. 2,652 രൂപയായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഗെറ്റ് വൺ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ പേര്, അപ്പൻ്റെ പേര്, അതേപോലെ നാഷണാലിറ്റി ഇന്ത്യൻ ആണോ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ പ്രൊഫഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രൊഫഷൻ, അത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ തന്നെയാണ്, അത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ അവിടെയും പോകാം. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പെർമിഷൻ ചെയ്ത് കൊടുക്കണം. ആ ലൊക്കേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിൻ്റെ ഡെലിവറി അഡ്രസ്സ് അവരോട് കാണിക്കും. ഇത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, നമുക്ക് ഇതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, ബെനിഫിറ്റ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പറ്റുകയാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക.
SBM ബാങ്കാണ് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ ഒരു സെൽഫി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സെൽഫി ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് FD ഇടുന്ന ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതിലേക്ക് പേയ്മെൻറ്റ് ഇടാനും ശ്രദ്ധിക്കുക. വേറൊരു ബാങ്കിൽ നിന്ന് ഇതിലേക്ക് പൈസ ഇടരുത്. നിങ്ങളിവിടെ കൊടുക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലുള്ള ആ ബാങ്കിൽ നിന്ന് തന്നെ ഇതിലേക്ക് പൈസ ഇടുക. മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ തെറ്റി ചെയ്യരുത്. അവർ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യും ഫസ്റ്റ് തന്നെ. കേട്ടോ, ₹1 ഇട്ട നമ്മുടെ അക്കൗണ്ട് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ IDFC ബാങ്കിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. UPI വഴിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ IDFC ബാങ്ക് Paytmൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളത് മാറ്റി IDFC ആക്കി അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് UPI പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക, പേയ്മെൻറ്റ് എടുക്കുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ കാണിക്കും. ആ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് കാർഡ് ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ കാർഡ് ഡെലിവറി കിട്ടാനാണ്. അതിൻ്റെ അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെയിം, കാർഡിൽ വരേണ്ട നെയിം ഒന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം അതും കൺഫേം ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡൊന്ന് കിട്ടാൻ വേണ്ടു. നമുക്ക് വിർച്വൽ കാർഡ് ആദ്യം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് സെക്കൻഡുകൾ നിൽക്കും. വിർച്വൽ കാർഡ് നമുക്ക് ഓൺലൈനായിട്ട് യൂസ് ചെയ്യാം. ഫിസിക്കൽ കാർഡ് ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്ത് തരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വിർച്വൽ കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കാർഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് കാർഡ് കിട്ടി കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് നമ്മളൊന്ന് കാർഡ് നമുക്ക് ഇവിടെ വിർച്വൽ കാർഡ് കിട്ടിയിട്ടുണ്ട്. കാർഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. കാർഡ് നമ്പർ കോപ്പി ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ കാർഡിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നമ്മളുടെ FDയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതുവഴി നിങ്ങൾക്കുള്ള കുറച്ച് ഉപകാരങ്ങൾ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാതെ FD ആയിട്ടുള്ള ഫണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കിട്ടും. ഒപ്പം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് ആ കാർഡ് യൂസ് ചെയ്യാൻ, ക്രെഡിറ്റ് കാർഡായിട്ട് ആ കാർഡ് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സിബിൽ സ്കോർ, നല്ലൊരു പ്രൊഫൈലിൽ സിബിൽ സ്കോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ട്രാക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ മറ്റ് കാർഡ്സൊക്കെ കിട്ടാനായിട്ട് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ തന്നെ കാർഡ് ഉണ്ട്, FD ഗെയിംസ് അല്ലാതെ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്ത് കിട്ടുന്ന കാർഡ് ഉണ്ട്. അത് കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഇത് കാർഡ് വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് അടുത്ത് തന്നെ 10 ദിവസത്താണ് അവർ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞൊരു അൺബോക്സിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉള്ളിടത്തേക്ക് ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.